വെടിനിർത്തലിന് താൽപ്പര്യം പ്രകടിപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ട് വന്നു. 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്ന തരത്തിലാണ് ഖത്തറിനോടും ഈജിപ്തിനോടും ഇസ്രായേൽ ഔദ്യോഗികപരമായി തന്നെ ആവശ്യപ്പെട്ടത്. ഈ കാലയളവിനിടയിൽ 10 ബന്ദികളെ മോചിപ്പിക്കുകയും അതിന് പകരമായ രീതിയിൽ 120ഓളം ഫലസ്തീൻ തടവുകാരെ തങ്ങൾ വിട്ടയക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം കൂടി ഇസ്രായേൽ മധ്യസ്ഥർക്ക് മുഖാന്തരം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്നാൽ ഫലസ്തീൻ ഇത് തള്ളപ്പെട്ടിരിക്കുന്ന വിവരം ഖത്തർ ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: താൽക്കാലികപരമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് അത്തരമൊരു പ്രവൃത്തി ഉണ്ടായാൽ അത് ഈ കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ രൂക്ഷമായിരിക്കുന്ന ആക്രമണം തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തും. അപ്പോൾ അതിനേക്കാണ് വലിയ സാഹചര്യത്തിലേക്കും വിഷയത്തിലേക്കും കാര്യങ്ങൾ എത്തുമെന്നതിനാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥിരമായിരിക്കുന്ന ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണെങ്കിൽ മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്ന വിവരവും ഖത്തറിൻ്റെ പ്രതിനിധികൾ ഇസ്രായേലിനെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പോംവഴിയും ഒന്നുമില്ലാത്ത ഒരു വലിയ പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ ഇസ്രായേലിനകത്ത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ നിലപാടിൽ എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.